നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അളവ് കൂടാതെ ആത്മാവ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുവിന്റെ പൂർവാസ്തികത്തെക്കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രദ്ധിച്ചു. തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ളത്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷിക്കുന്നു. അത് കഴിഞ്ഞാണ് യോഹന്നാൻ പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ കൃപ അളവ് കൂടാതെ നൽകുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വായിക്കുന്ന അവർക്ക് തോന്നാം, ആത്മാവിനെ അളവ് കൂടാതെ എന്ന് പറയുമ്പോൾ ആത്മാവ് ഒരു വസ്തുവാണോ? അളവ് കൂടാതെ എന്ന് പറയുമ്പോൾ അളവ് അത് വസ്തുക്കളെ കാണിക്കുന്നതല്ലേ? പരിശുദ്ധാത്മാവ് വ്യക്തിയല്ലേ? പരിശുദ്ധാത്മാവ് വ്യക്തിയല്ല, ശക്തിയാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ക്രൈസ്തവ കുളത്തിലുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ശക്തിയെക്കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. ഈ സുവിശേഷം എഴുതിയത് യോഹന്നാനാണ്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത് മറ്റു സുവിശേഷങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് ആണ്, തൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലാണ്. അക്കാലത്ത് ഒരുപാട് ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരുന്നു, ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരുന്നു. അതായത് 12 അപ്പോസ്തലന്മാർക്ക് 12, 7 ശുശ്രൂഷകന്മാർക്ക് 7, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിന് കർത്തൃദിവസം, അതുപോലെ കൃപാവരങ്ങൾക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് ആത്മാവ് മേൽ വരിക, അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, അതുപോലെ ദൈവത്വത്തിന് നാമം. ഇങ്ങനെ ഒരുപാട് ചുരുക്കെഴുത്തുകൾ ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവെന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ, കൃപകളെ, ശക്തിയെ അളവ് കൂടാതെ ദൈവം തൻ്റെ പുത്രന് നൽകുന്നുവെന്നാണ്. യേശു അത് സമ്മതിച്ചിരുന്നു. കർത്താവായ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെൽസബൂലിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ സാത്താനെ കൊണ്ടാണ് എന്നുള്ള ഒരു ആക്ഷേപം ആളുകൾ ഉന്നയിച്ചു. അപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നാണ്. അതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ പിടിക്കുകയും പള്ളികൾക്കും കോയ്മകളും മുമ്പാകെ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും. നിങ്ങളുടെ വിരോധികൾക്ക് എതിർ പറയാൻ സാധിക്കാത്ത നിലയിലുള്ള വാക്യജ്ഞാനവും നിങ്ങൾക്കുണ്ടാകും. സംസാരിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള കൃപ നൽകുകയാണ്. സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ലെന്നാണ്. അതുപോലെ ആത്മാവും ജ്ഞാനവുമുള്ള പുരുഷൻ, അവിടെ ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ കൃപാവരങ്ങളുള്ള ആളെന്നാണ്. അവൻ സംസാരിച്ച ആത്മാവോട് എതിർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവന് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ആ കൃപാവരത്തോട്, അതാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ കീഴിൽ നിന്നുള്ളവനാണ്, ഭൂമിയിൽ നിന്നുള്ളവനാണ്. ഞാൻ ഈ ഭൂമിയിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ മീതയിൽ നിന്നുള്ളവനാണ് യേശു, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്,
അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് അവൻ പ്രസ്താവിക്കുന്നത്. അത് പ്രസ്താവിക്കുവാൻ പിതാവ് ആ പുത്രന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അളവ് കൂടാതെയാണ് നൽകുന്നത് എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഉപയോഗിച്ചതുപോലെ തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന നമ്മെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ നൽകി പിതാവ് ഉപയോഗിക്കുകയാണ്. യേശു പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചതിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപയാലും പ്രവർത്തിച്ചത് നമുക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുവോളും നഗരത്തിൽ തന്നെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവിനുള്ള ശക്തി അല്ലെങ്കിൽ കൃപ അല്ലെങ്കിൽ കൃപാവരങ്ങൾ ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ, യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിനറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. യേശുവിൻ്റെ 11 അപ്പോസ്തലന്മാർക്ക് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാനുള്ള, ആ വ്യത്യസ്ത ഭാഷയിൽ സുവിശേഷം പറയാനുള്ള കൃപാവരമാണ് പെന്തക്കോസ്ത് നാൾ നൽകിയത്. എന്നാൽ പത്രോസിന് മാതൃഭാഷയിൽ ശക്തിയോടെ സുവിശേഷം പറയാനുള്ള ആ കൃപാവരമാണ് നൽകിയത്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃപാവരങ്ങൾ ലഭ്യമായിട്ട് നിങ്ങൾ ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ശമര്യയിലും പിന്നെ മുഴുവൻ സാക്ഷികളാകും എന്ന്. കർത്താവായ യേശുവാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ശക്തിയാൽ പ്രവർത്തിച്ചതിന് നമുക്ക് മാതൃക. തീർച്ചയായിട്ടും തൻ്റെ പുത്രന് പരിശുദ്ധാത്മാവിനെ നൽകി ശുശ്രൂഷിച്ചതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നൽകി ശുശ്രൂഷിച്ചതുപോലെ തീർച്ചയായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്ന നമുക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ നിറവ് തീർച്ചയായിട്ടും പിതാവ് നൽകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.